പ്രിയപ്പെട്ടവരെ, ഈ യാത്ര എന്നല്ലെങ്കിൽ നാളെ തീരും. ജീവിതത്തിൽ ഒരുപാട് പദവികൾ കിട്ടി പോകുന്നവരെ ഞാനും കുറെ കാലം ഞാനൊരു മോനായിരുന്നു, പിന്നെ ഞാനൊരു ഭർത്താവായി, ഇപ്പൊ ഞാനൊരു വാപ്പയാ, അതോടൊപ്പം ആങ്ങളയാ, ഏട്ടനാ, മറ്റൊരു കുടുംബത്തിലെ പ്രതീക്ഷയായ ഒരു ഭർത്താവാ, പിയാപ്പയാ. നാളെ ഞാൻ വലിയാപ്പയാവും. എന്തും സംഭവിക്കാം. ജീവിതത്തിൽ ഓരോ വേഷങ്ങളും അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തരുന്നതാണ്. ഓരോ വേഷങ്ങൾ ആടിത്തിമിർക്കുമ്പോഴും അത് അള്ളാഹുവിന് തൃപ്തിപ്പെട്ട വേഷമായിരുന്നോ എന്ന് ചോദിക്കണം സ്വന്തത്തോട്. പണം ഉണ്ടാക്കാനും സൗകര്യം ഉണ്ടാക്കാനും പരക്കം പാഞ്ഞ് ദുനിയാവ് വാരി വലിച്ചടിപ്പിക്കുമ്പോൾ പലർക്കും മുതലെന്നേ ഉള്ളൂ. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ. പലർക്കും മുതലെന്നേ ഉള്ളൂ, ജീവിച്ചിട്ടില്ലാരും. മുതലെല്ലാവർക്കും ഉണ്ട്. അവസാനം ഒരു നല്ല ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ മാസങ്ങളോളം ആഴ്ചകളോളം തീ തിന്ന് ജീവിച്ച് ശരീരത്തിന്റെ ഉൾഭാഗത്തെ വേദനകൾ സഹിച്ച് മരിച്ചവനാണെങ്കിൽ എന്തിനാ മനുഷ്യരെ നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചിരുന്നത്? ഉണ്ടാക്കിയിട്ടതൊക്കെ മക്കൾ കൊണ്ടുപോകും. നമ്മൾ വിചാരിച്ചോ ഈ ഓഡിറ്റോറിയം എന്റേതാ കരുതിക്കോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ ചോദിച്ചില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ അനന്തര സ്വത്താണോ നിങ്ങളുടെ സ്വത്താണോ ഏറ്റവും ഇഷ്ടം? അവർ പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്ത്, അനന്തര സ്വത്ത് അത് ഓരോരുത്തർക്കും പോകില്ലേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്താ ഇഷ്ടം. ഞാൻ നിങ്ങളോടും ചോദിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്താണോ നിങ്ങൾ അനന്തര സ്വത്താണോ ഇഷ്ടം? നിങ്ങളെല്ലാവരും എന്താ പറയാ, നമ്മളെ സ്വത്ത് എന്താ, അവിടെ ഒരു 10 ഏക്കർ അല്ലെങ്കിൽ 10 സെന്റ്, ആ റോഡ് സൈഡിൽ ഒരു 8 സെന്റ്, അവിടെ ഉള്ള 3 മുറി പീടിയ, പിന്നെ അത് കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഒരു റബ്ബർത്തോട്ടം, ഇവിടെ ഉണ്ട് ഓളെ കൈത്തലും കാൽമലും ഒരു 10-25 പവനും. എനിക്ക് ഇന്റെ സ്വത്തല്ലേ ഇഷ്ടം? ആദം മാലി മാലി, ആദമിന്റെ മക്കളെ, അത് നിങ്ങളുടെ സ്വത്തല്ല. ആ 10 സെന്റും ആ 2 മുറി പീടിയും അവിടെ ഉള്ള ഒരു 10 സെന്റും ഇവിടെ ഉള്ള ഒരു 65 പവനൊന്നും നിങ്ങളുടെ സ്വത്തല്ല, അത് അനന്തര സ്വത്താ. നിങ്ങൾ ഇന്ന് ശ്വാസമില്ലാണ്ടായി പടഞ്ഞു വീണ നാളെ രാവിലെ മുതൽ അത് അനന്തര സ്വത്താ. നിങ്ങൾ ഇത് പറയാൻ നിങ്ങൾ തിന്നതേ ഉള്ളൂ, അത് കിട്ടി. നിങ്ങൾ ഇത് പറയാൻ നിങ്ങൾ കൊടുത്തതേ ഉള്ളൂ, കൊടുത്തിട്ടേ കിട്ടി. നിങ്ങൾ ഇത് പറയാൻ നിങ്ങൾ ധരിച്ചതേ ഉള്ളൂ, അതിന് ഒരുത്തരം ഉടുക്കാനും വരില്ല. അല്ലാതെ മാലി മാലി ഇങ്ങനെന്ന് പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിക്കുന്നതൊന്നും നിങ്ങളല്ല. ചൂണ്ടിക്കാണിച്ചത് നിങ്ങളാണ്. 3 മക്കളുണ്ടെങ്കിൽ മരിച്ചതിന്റെ 3-ാമത്തെ മാസം ഇത് 3-ആക്കായിട്ട് ഇരിക്കും. അനന്തര സ്വത്താ. ശ്വാസം നിലങ്ങുന്നത് വരെ മാത്രം നിങ്ങളുടെ ഇതിന് അവകാശപ്പെടാനുള്ള അവസരമുണ്ട്.